പാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ അട്ടിമറി വിജയം നേടി UDF ഭരണം തിരിച്ചുപിടിച്ചു. UDF സ്ഥാനാർത്ഥി ജോസ്മി ജോർജിന് 8 വോട്ടും LDF സ്ഥാനാർത്ഥി സുനിത സജീവിന് 7 വോട്ടും ലഭിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ UDFനായിരുന്നു ഭരണം ലഭിച്ചത്. കേരള കോൺഗ്രസിലെ സിന്ധു ജോസ് പ്രസിഡന്റാവുകയും ചെയ്തു. മുന്നണി ധാരണപ്രകാരം 1 വർഷം കഴിഞ്ഞപ്പോൾ സിന്ധു ജോസ് രാജിവെക്കാതെ LDFനൊപ്പം ചേർന്ന പ്രസിഡന്റായി തുടരുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സിന്ധു ജോസിനെ അയോഗ്യയാക്കിയതിനാലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. 18 വാർഡുകളുണ്ടെങ്കിലും സിന്ധു ജോസിനെ അയോഗ്യയാക്കിയതിനാലും UDFലെ ഒരു മെമ്പർ വിദേശത്തായതിനാലും വോട്ടിങ്ങിന് 16 പേർ എത്തേണ്ടതായിരുന്നു. നിലവിൽ 8 വീതം സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി LDFലെ ലൈലാമണി എത്താതിരുന്നതിനാലാണ് UDFന് ഭരണം ലഭിച്ചത്. ലൈലാമണി വരാതിരുന്ന LDFലെ പടലപ്പിണക്കം മൂലമാണെന്നും അതല്ല പനിയായിരുന്നതിനാലാണ് വരാത്തതെന്നും പറയപ്പെടുന്നു. വാത്തിക്കുടി പഞ്ചായത്തിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടെന്ന് UDF ചെയർമാൻ ജോയി വെട്ടിക്കുടി പറഞ്ഞു. ഏറ്റവും അഭിമാനകരമായ ഒരു പ്രവർത്തകയാണ് ജോസ്മി എന്ന് പറയുന്നത്. ഈ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻനിരയിൽ നിന്ന് ഇത്രയും നാളും പ്രവർത്തിച്ചിട്ടുള്ള ജോസ്മിയെ സംബന്ധിച്ചിടത്തോളം ജോസ്മിയുടെ ഈ പദവി ലഭിക്കുക എന്ന് പറയുന്നത് ജോസ്മിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു അർഹതയ്ക്ക് ലഭിച്ച ഒരു അംഗീകാരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജോസ്മിക്ക് പൊതുപ്രവർത്തന രംഗത്ത് വളരെ പരിചയമുണ്ട് എന്നുള്ള നിലയിൽ നാളുകളിൽ ഈ വാത്തിക്കുടി പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി കൊണ്ടുപോകാനായിട്ട് ജോസ്മിക്ക് സാധിക്കും. എല്ലാവിധ ആശംസകളും നേരുന്നു. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.